الحمد لله الحمد لله رب العالمين. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. الذين يقيمون الصلاة ومما رزقناهم ينفقون. أولئك هم المؤمنون حقا لهم درجات عند ربهم لهم مغفرة ورزق كريم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികൾ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് പ്രാരംഭമായും പ്രധാനമായും എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിലും മുഅ്മിനുകളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സ്വർഗത്തിന് ഉതകുന്ന ഒരു കർമ്മം ചെയ്തുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിശ്വാസികളായി സൃഷ്ടിച്ചു, അല്ലെങ്കിൽ വിശ്വാസികളാകാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. എന്നാൽ നമ്മളൊരു പരീക്ഷ എഴുതുകയാണെങ്കിൽ, നമ്മൾ വേറെന്തെങ്കിലും ഒരു കാര്യത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് വരല് നമ്മളെ പേരും അല്ലെങ്കിൽ നമ്പറൊക്കെ ആയിരിക്കും. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ യഥാർത്ഥ വിശ്വാസികളാണോ എന്ന് നോക്കാനുള്ള ഒരു ടെസ്റ്റ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ 5 ഗുണങ്ങളിൽ 5 ഗുണങ്ങളും നമ്മളിൽ ഉണ്ടെങ്കിൽ യഥാർത്ഥ യാതൊരു കലർപ്പുമില്ലാത്ത വിശ്വാസിയായി. നമ്മളെ പേരില്ല, നമ്പറില്ല, ഒന്നുമില്ല, എന്നാൽ നമ്മുടെ ഗുണം, ഇന്ന ഗുണങ്ങളൊക്കെ ഉള്ള ആളുകൾ യഥാർത്ഥ വിശ്വാസികളാണ്. അവർ മാത്രമാണ് സ്വർഗത്തിൽ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൽ അൻഫാലിലെ 2 മുതൽ ഉള്ള ആ കുറഞ്ഞ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഒന്നാമതായി പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും. ഒരു യഥാർത്ഥ വിശ്വാസി ഓൻ അള്ളാന്ന് പറയുമ്പോൾ, അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ ഓന്റെ ഹൃദയത്തിന് ഭയങ്കര പേടിയായിരിക്കും. വേറെ ആരെ കുറിച്ച് പറയുമ്പോഴും അവർക്ക് പേടി ഉണ്ടാവില്ല. പക്ഷെ അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ ഓലെ ഹൃദയം പടക്കും. അതാണ്. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയാൽ മതി, എന്റെ അള്ളാ ഉണ്ട്, എന്റെ അള്ളാഹിനോട് ഞാൻ പറയും, അല്ലെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചോ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ എത്രമാത്രം പേടിയുണ്ട് നമ്മൾ ആലോചിച്ചാൽ മതി.
ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും. എന്തിനാണ് അള്ളാഹിനെ പേടിക്കേണ്ട ആവശ്യം? അള്ളാഹു മാത്രമാണ് രക്ഷയും ശിക്ഷയും നൽകുന്നവൻ. വേറെ ആരും രക്ഷയും ശിക്ഷയും നമുക്ക് നൽകില്ല. നമ്മളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും യഥാർത്ഥ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. ഏത് അമ്പിയാക്കൾക്കോ ഔലിയാക്കൾക്കോ ആർക്കും നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അവിടുത്തെ പിതാവിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. കഴിഞ്ഞില്ലല്ലോ, ഏറ്റവും വലിയ പ്രവാചകനായിരുന്നു. അതുപോലെ തന്നെ മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് തന്റെ പൊന്നോമന പുത്രനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. നമ്മളൊക്കെ നമ്മളെ മക്കളെ എങ്ങനെ കാണുന്നത്? എല്ലാം ഉപേക്ഷിച്ചാലും മക്കളെ ഉപേക്ഷിക്കൂല. എന്നുള്ള ഖുർആൻ തന്നെ ആ പ്രയോഗം നോക്കി നിങ്ങൾ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. അവസാനം പറഞ്ഞു എല്ലാരും കുട്ടികളെയും മറ്റുള്ളവരെയൊക്കെ എല്ലാരും ഉപേക്ഷിച്ചാലും മക്കളെയും എന്ന് അവസാനം പറഞ്ഞു. എന്നാൽ ആ നൂഹ് നബി അലൈഹി സ്വലാം തന്റെ മകനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ലൈസമിൻ അഹ്ലിക്, തന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുപോലെ തന്നെ തന്റെ കൂടെ കിടക്കുന്ന തന്റെ ഇണയെ രക്ഷിക്കാൻ ലൂത്ത് നബി അലൈഹി സ്വലാമിന് കഴിഞ്ഞില്ല, അത്ര വലിയ പ്രവാചകനായിട്ട്. ലോകത്തെ ഏറ്റവും വലിയ ബീവിയായിരുന്ന ആസിയ ബീവിക്ക് തന്റെ പുതിയാപ്പിളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തിനേറെ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രമേൽ സ്നേഹിച്ച അബൂ താലിബിനെ രക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞില്ല. അപ്പോ നമ്മളെ രക്ഷിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ, വേറെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. ശിക്ഷിക്കാനും അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ ചില ആൾക്കാർ പറയും എന്താ രക്ഷാ ശിക്ഷ എന്നൊക്കെ പറഞ്ഞത്? അൽ ജന്നത്തു, സ്വർഗം എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ നരകം എന്ന് പറഞ്ഞാൽ അഖറബു ഇലാ അഹദികും മിൻ ശിറാകിൻ അലൈഹി എന്നാണ് മിസ്ലിദാലിക്. സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞാൽ ചെരുപ്പിന്റെ വാറിനേക്കാൾ ഏറ്റവും അടുത്താണ്. നോക്കി, സ്വർഗം പെട്ടെന്ന് ചെറിയൊരു സംഗതി കൊണ്ട് സ്വർഗം നേടാൻ കഴിയും. മുസ്ലിങ്ങൾക്ക് പ്രയാസമാണ് ഒരു മരത്തിന്റെ കൊമ്പ് പൊട്ടിച്ചിട്ട കാരണത്താൽ ഒരാൾ സ്വർഗത്തിൽ ഇങ്ങനെ ചാടി കളിക്കുന്നത്, അല്ലേ? എന്നാൽ വേഗത്തിൽ നരകത്തിൽ പോയ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോ വിശുദ്ധ ഖുർആനിൽ നാറുല്ല എന്നുള്ള ഒരൊറ്റ പദമുള്ളൂ. അത്ര ആയത്തിന്റെ അടിയിൽ ഒരു ആയത്ത് മാത്രമേ ഉള്ളൂ, നാറുല്ലാഹിൽ മൂഖദ. അതാർക്കാണ് ആ ശിക്ഷ പറഞ്ഞത്? വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ. ഇങ്ങനെ പോകണ ഒരാൾ ഇങ്ങനെ പോവുകയാണ്, അപ്പൊ അയാളെ നോക്കിയിട്ട് ഇങ്ങനെ ആട്ടി, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ആട്ടിട്ടുള്ളൂ, അല്ലെ? വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ. ലുമസ ഹുമസ എന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ ആള് പോകുമ്പോ ഇങ്ങനെ കാട്ടിയതാണ്. ഒന്ന് പിന്നെ കണ്ടില്ലേ കുട്ടി കുർക്കാസ് പോണത്, തടിയംകുളം പോകണ്ടില്ലേ, തടിയം പോകണ്ടില്ല, ഉറക്കം പോകണ്ടില്ല എന്ന് പറയില്ലേ? വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയൻബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ. എന്താണ് ഹുതമ എന്ന് നിനക്കറിയുമോ? ഒരിക്കലുള്ള ശിക്ഷയാണ് ഹുതമ എന്നുള്ളത്. ഈ പറഞ്ഞ ചെറിയ സംഗതി കാട്ടിയിട്ടുള്ളൂ, ഇങ്ങനെ കാട്ടിയിട്ടുള്ളൂ. അല്ലെ ഇങ്ങനെ കുട്ടി കുർക്കാസ് പോകണില്ല, തടിയംകുളം പോകണ്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. നാറുല്ലാഹിൽ മൂഖദ, അള്ളാഹുവിന്റെ കത്തിയാളുന്ന അഗ്നിയാണ് അവർക്കുള്ളത്. ഹൃദയത്തെ പോലും കാർന്നെടുക്കും, ഇതിനപ്പുറം പോകാനല്ലോ. ഹൃദയത്തെ പോലും കാർന്നെടുക്കാൻ പോകുന്നതാണ് അഗ്നി. അപ്പോ അഗ്നിന്റെ വിശേഷണം അങ്ങനെ പറയാം. ആർക്ക്? അപ്പൊ രക്ഷയും ശിക്ഷയും നൽകുന്നവൻ അള്ളാഹു. അതാണ് അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പേടി വേണമെന്ന് പറയുന്നത്. അങ്ങനെ അള്ളാഹിനെ കുറിച്ച് പേടിയുണ്ടെങ്കിൽ നമ്മളെ ഹൃദയം പടക്കും. അപ്പോ ഒന്നാമത്തെ ഗുണം അതാണ് പറഞ്ഞത്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. ഖുർആൻ പാരായണം കേൾക്കുമ്പോഴേ വിശ്വാസം വർദ്ധിക്കും. ഖുർആൻ ആയത്ത് ഓതിയ പിന്നെ വേറെ അതിന്റെ ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അത് അറിഞ്ഞു കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ജീവിതം മാറ്റും. നമ്മൾ ഏത് ആയത്ത് കേട്ടിട്ടാണ് നമുക്ക് കരച്ചിലെന്നുള്ളത്? വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, സത്യം മാത്രം പറയാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് റസൂൽ ചുണ്ടി ചലിപ്പിക്കുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഖുർആൻ ഓതുന്ന ഒരാള്, ഖുർആനുമായി ബന്ധപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖബറില് തലഭാഗത്തു നിന്നുള്ള എല്ലാ ശിക്ഷയും തടുക്കാൻ ഖുർആൻ കഴിയുന്നു. നമ്മൾ ഖുർആൻ ഓതുന്ന ആളാണെങ്കിലേ വേറെ ആൾക്കാർ ഓതുന്നുണ്ടല്ല, നമ്മൾ ഓതുന്ന ആൾക്കാരാണെങ്കിൽ, നമ്മളതിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ, അതുമായി അഹ്ലുൽ ഖുർആനിന്റെ ആളുകളാണെങ്കിൽ, ഖുർആനുമായി നിരന്തരമായി ബന്ധപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ തലഭാഗത്തു നിന്നുള്ള എല്ലാ പ്രയാസങ്ങളും, ഖബറിലുള്ള എല്ലാ ശിക്ഷകളും, ഈ ഭാഗത്തിന്റെ എല്ലാ ശിക്ഷയും ഖുർആൻ തടുക്കും. എന്നാൽ രണ്ടു ഭാഗത്തുനിന്ന് വരുന്ന, പല ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്ന് വരുന്ന ഇതോ സ്വതക്ക കൊടുത്ത ആൾക്കാർ,
ദാനധർമ്മം ചെയ്ത ആൾക്കാർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ആൾക്കാർ, രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തി ദുആ ചെയ്ത ആൾക്കാർ, ആ രണ്ട് ഭാഗത്തുനിന്നുള്ള പ്രയാസം പോലും തടുക്കും എന്നാണ് ഹദീസിൽ പറഞ്ഞത്. പള്ളിയിലേക്ക് നടന്നു പോരുന്ന ആളാണെങ്കിൽ, പള്ളിയിലേക്ക് നടന്നു പോരുന്ന ആളാണെങ്കിൽ കാൽഭാഗത്തുള്ള പ്രശ്നം തടുക്കുന്ന പറഞ്ഞത്. മറ്റു ഹദീസിലൊക്കെ പറഞ്ഞു. ഇനി എവിടുന്ന ശിക്ഷ വരിക? ഇല്ല. അപ്പോ ആദ്യം പറഞ്ഞ ഖുർആനാണ്. ആ ഖുർആൻ കേട്ടാൽ മാസത്തിലൊരു ആവർത്തിയെങ്കിലും വിശുദ്ധ ഖുർആൻ ഓതാത്തവർ എന്താ ഖുർആനിലുള്ള ബന്ധം? ആകെ ഒരു ദിവസം നമ്മള് 5 വക്തിനും 2 പേജ് ഓതിയാൽ മതി, എന്നൊരു ജുസായി ശരിക്കും. അല്ലെങ്കിൽ എപ്പോഴേലും ഓതി എടുത്താൽ മതി. ഒരു ജുസ് 30 ദിവസം ഓരോ ജുസ് ഓതിയാലും ഒരു ആവർത്തി നമുക്ക് ഓതാൻ കഴിയും. അപ്പൊ ഖുർആനുമായുള്ള ബന്ധം, അപ്പൊ ഖുർആൻ ആ കേട്ടാൽ അത് മനസ്സിൽ ജീവിതത്തിൽ പകർത്തുക. എല്ലാ സഹാബാക്കളും ഖുർആനുമായുള്ള ബന്ധത്തിലാണ് മാറ്റം വന്നത്. അപ്പൊ ഖുർആൻ കൊണ്ട് മാറണം. അതാണ് രണ്ടാമത്തെ കാര്യം. ഈമാൻ വർദ്ധിക്കണം, വിശ്വാസം വർദ്ധിക്കണം. അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥ വിശ്വാസികൾ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും. ഒന്ന് വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. ഈ വിശ്വാസം വർദ്ധിക്കും. വേറെ ഏതുകൊണ്ടും അവന്റെ വിശ്വാസം ബൂസ്റ്റ് ആവില്ല, വളർച്ച ഉണ്ടാവില്ല. ഖുർആൻ കൊണ്ട് മാത്രം. അത് ഖുർആൻ കേട്ടാ പിന്നെ നിങ്ങൾ നോക്കി നല്ല ആ ഖുർആൻ ഓതുന്ന ആളുകൾ അതിങ്ങനെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറൂലേ, അർത്ഥമൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ അല്ലെ. അതാണ് ഖുർആനിലെ പ്രത്യേകത. അപ്പോ സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇനി നമുക്കുള്ള സമാധാനം എന്താ? ഇവിടെ പല ആ ആൾക്കാരല്ലേ ഭരിക്കണേ, ഈ ആൾക്കാരല്ലേ ഭരിക്കണേ, എന്താ നമ്മൾ ചെയ്യുക? ബേജാറുകൊണ്ട് മനുഷ്യന്മാർക്ക് മുഴുവൻ. നമ്മൾ വിശ്വാസികൾ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, നമ്മൾ ചെയ്യേണ്ട പണികളൊക്കെ ചെയ്യണം, വേറെ വിഷയം. പക്ഷെ അതിനുശേഷം പണി കൊടുക്കാതെ പിന്നെ അല്ലാണ്ട് പ്രാർത്ഥിച്ചിരുന്നിട്ട് കാര്യമില്ല. പണിയെടുക്കുന്നതോട് കൂടെ തന്നെ ഒപ്പം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. എനിക്കിന്റെ അള്ളാണ്ട്, വേറെ ആരോടും എനിക്ക് പറയാനില്ല, അള്ളാഹിനോട് മാത്രമേ പറയാനുള്ളൂ. അത് ആണ് പറയുമ്പോൾ വല്ലാത്തൊരു സമാധാനം കിട്ടും. അതാണ് വഅലാ റബ്ബിഹിം യതവക്കലൂൻ. നോക്കി തഗ്ദു ഖിമാസ വതറൂഹു ബിതാന. ഒഴിഞ്ഞ വയറുമായി പുറത്തിങ്ങനെ പോകും ചില പക്ഷികളൊക്കെ, നിറഞ്ഞ വയറുമായി തിരിച്ചു വരും. എന്നാണ് അള്ളാഹുവിന്റെ തവക്കുൽ കൊണ്ട് മാത്രമാണ്. തവക്കുൽ ചെയ്യുക, അള്ളാഹുൽ തവക്കുൽ ചെയ്യുക. എന്നാ കിട്ടാത്തത് എന്താണുള്ളത്? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ആരെന്ത് പ്രതിരോധം സൃഷ്ടിച്ചാലും, ഫിറഔനേക്കാളും വലിയ ആൾക്കാർ ഇനിയോട് ദുനിയാവിൽ വരുമോ? വരില്ലല്ലോ. ഇത് നമ്മൾ പഠിക്കേണ്ട ആവശ്യം. ഫിറഔൻ, ഹാമാൻ, നമ്രൂദ് എല്ലാ കിങ്കരന്മാരും ഇവിടെ കഴിഞ്ഞു പോയതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചത്, വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേജാറും ആ കാര്യത്തിൽ ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഏത് കാര്യത്തിൽ അള്ളാഹുവിനോട് തവക്കുൽ ചെയ്താൽ മതി. അവൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനുശേഷം വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മൂന്നാമത്തെ ഗുണം അതാണ്. നാലാമത്തെ ഗുണം അല്ലദീന യുഖീമൂന സ്വലാ. നിസ്കരിക്കുക എന്നല്ല പറഞ്ഞത്, അല്ലദീന യുഖീമൂന സ്വലാ, നിസ്കാരം നിലനിർത്തുക. പള്ളിക്ക് ഇങ്ങനെ പോകാൻ വല്ലാതെ താല്പര്യം, ബാങ്ക് കൊടുത്തല്ലേ എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അല്ല, ബാങ്ക് കൊടുത്തു പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അല്ലദീന യുഖീമൂന സ്വലാ. നിങ്ങൾ നോക്കി, നിസ്കരിച്ചാൽ നന്നാകാത്ത മനുഷ്യന്മാര് ദുനിയാവിലുണ്ടാവോ? നിസ്കാരം ശരിയാകത്തോണ്ടാണ്. ഒരു 5 വക്ത് നിസ്കരിച്ച ആൾക്കാരെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു അസൂയന്റെ പൊട്ടുണ്ടാവോ? ഒരു കിബറിന്റെ പൊട്ടുണ്ടാവോ? കളവ് പറയുമെന്ന് തോന്നുവോ? ഒന്നും ഉണ്ടാവില്ല. ഒക്കെ എല്ലാം പോകും. ആ നിസ്കാരത്തോടു കൂടി മുഴുവൻ പോകും. കാരണം എന്താ? അങ്ങനത്തെ നിസ്കാരമാണ് നിസ്കരിച്ചത്. നിങ്ങൾ നോക്കി, നമ്മൾ ഏറ്റവും ചുരുങ്ങിയ സമയമാണ് 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം എന്ന് പറഞ്ഞത്. ഞാൻ ഒക്കെ കൂടെ വിശദീകരിക്കുന്നില്ല, അത് മാത്രമേ പറഞ്ഞുള്ളൂ. 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം എന്ന് പറഞ്ഞത് അല്ലേ? അതിലെന്താ നമ്മൾ പ്രാർത്ഥിക്കണത്? അതിലെന്താ പ്രാർത്ഥിക്കാത്തതുള്ളത്? ഒരു കാര്യം ആർക്കും പറയാൻ കഴിയില്ല. അതിൽ പ്രാർത്ഥിക്കാത്തൊന്നുമില്ല. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഇതില്ലത്. റബ്ബി ഗ്ഫിർലി, അള്ളാഹുവെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും എനിക്ക് പുറത്തു തരണേ. അള്ളാഹിനോട് പറയണേ ആ ചെറിയ നിമിഷത്തിൽ. ബാക്കിയുള്ള എത്ര പ്രാർത്ഥനകൾ പറയലുണ്ട്? റബ്ബി ഗ്ഫിർലി വർഹംനി, അള്ളാഹുവെ എന്നോട് കരുണ ചെയ്യണേ. അള്ളാഹ് കരുണ ചെയ്താൽ പിന്നെ വേറെ എന്തെങ്കിലും വേണോ? വജ്ബുർനി, അള്ളാഹുവെ ശാരീരികപരമായും മാനസികപരമായുള്ള എല്ലാ ന്യൂനതകളിൽ നിന്നും എന്നെ നീ മുക്തമാക്കണമേ. വർഫഅനി, എന്റെ പദവി നീ ഉയർത്തണമേ. വർസുഖ്നി, എനിക്ക് റിസ്ക് നൽകണമേ. വഹ്ദിനി, എന്നെ സന്മാർഗത്തിലൂടെ സഞ്ചരിപ്പിക്കണമേ. വആഫിനി, എനിക്ക് സൗഖ്യം നൽകണേ. നീ എന്തായാലും പ്രാർത്ഥിക്കാത്തത് ഒന്നുമില്ല. ആ ചെറിയ സമയത്തുകൾ നോക്കി. അപ്പൊ നിസ്കാരം എന്ന് പറയുമ്പോൾ ഒരു ആസ്വാദനം, നമുക്ക് നിസ്കരിക്കാൻ താല്പര്യം വേണം.
നിസ്കരിക്കാനുള്ള ഒരു ആവേശം വേണം. നിസ്കരിച്ച് കഴിഞ്ഞാണ് പോകുമ്പോൾ പിന്നെ മറ്റവന്റെ കുറ്റും കുറവും അതുപോലെ തന്നെ വേറെ കാര്യങ്ങളൊന്നും പറയണ്ടാവില്ല. സോഷ്യൽ മീഡിയയിൽ എഴുതിടാനും ഇതൊന്നും ഉണ്ടാവില്ല, കമന്റുകൾ എഴുതാനൊന്നും ഉണ്ടാവില്ല. എവിടെയാണെങ്കിലും രാഷ്ട്രീയപരമായാണെങ്കിലും സാമൂഹ്യപരമായ ആണെങ്കിലും സാംസ്കാരികപരമായാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും ഓനോന്റെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കും. അതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. നിസ്കരിച്ചിട്ടില്ലേ, നിസ്കാരം കൊണ്ട് പിന്നെ ഹൃദയത്തിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതാണ്. അപ്പോ അല്ലദീന യുഖീമൂന സ്വലാ. അപ്പൊ എത്ര കാര്യമായി? 4 കാര്യങ്ങളായി. മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. 5-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. 5-ാമത്തെ കാര്യം അതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. 5 തൂണുകളില് ഇസ്ലാം കാര്യങ്ങൾ 5 തൂണുമ്പിൽ ഒരു തൂണ് ഇതാണ്, നിസ്കാരമാണ്. ഒരു തൂണ് നമ്മൾ ധർമ്മം ചെയ്യലാണ്, പിന്നെ സക്കാത്ത് സദഖ കൊടുക്കലാണ്. 2 ഭാഗത്തു നിന്നുള്ള തടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ കൊടുക്കുക. എന്നും ഇഷ്ടംപോലെ വരുന്നില്ലേ? കൊടുത്താൽ ഒരിക്കലും തീരില്ല. കൊടുക്കണവർക്ക് അള്ളാഹു ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും, പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോ അള്ള തന്നതാണ്. നമ്മൾ വന്നപ്പോ ഒന്നും കൊടുത്തിട്ടില്ല. ഇങ്ങോട്ടേക്ക് വന്നപ്പോ ഒന്നും കൊടുത്തില്ല. കിട്ടിയ മുഴുവൻ ലാഭമാണ്. ഒന്നും കൊടുത്തിട്ടില്ല. ഇനി പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകില്ല. നമ്മളിങ്ങനെ എടുത്തേക്കും. മക്കൾക്ക്, മാതാപിതാക്കൾ, വേറെ ഉള്ള ആൾക്കാർക്ക്, മറിച്ചവർക്ക്. നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെല്ലാവരും വേണ്ടി ചെലവഴിക്കുക. എത്രയോ ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടംപോലെ ചെലവഴിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുർക്കൊക്കെ അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാകട്ടെ. സ്വതക്ക, ജാരിയായ സ്വതക്കകൾ ഒരു പ്രൊട്ടക്ഷനാണ്. ശരിക്കും നമുക്ക് ഒരു അസറ്റാണ്. അതുകൊണ്ട് തന്നെ സഹാബാക്കളൊക്കെ എത്ര ഇല്ലെങ്കിലും കൊടുത്തിരുന്നല്ലോ. ഇന്നലെ വന്നിട്ടുള്ളൂ, മിഞ്ഞാന്ന് വന്നിട്ടുള്ളൂ പറഞ്ഞില്ല. പിന്നെയും വന്നവർക്കൊക്കെ കൊടുത്തു കൊടുക്കും. ഇല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞു വിടും. അപ്പോ ധാരാളമായ ധർമ്മം ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഈ 5 കാര്യങ്ങളിൽ ഈ 5 കാര്യങ്ങൾ നമ്മളെടുത്തുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മളതിന്റെ ആൾക്കാരാണെങ്കിൽ ഇന്നമൽ മുഅ്മിനൂന ഇന്നമാന്നാണ് പ്രയോഗിച്ചത്. ഈ മുഅ്മിനീങ്ങൾ ഇത് മാത്രമാണ്. ഇന്നമൽ മുഅ്മിനൂനൽ ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ അല്ലദീന യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. അവരാണ് യഥാർത്ഥ വിശ്വാസി. ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം. എന്തോ ഒരു സൗന്ദര്യമാണ് ആ വാക്ക് നോക്കി. ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം. അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ അവർക്ക് പദവി നല്ലവർ, പദവികളാണ്. ആർക്ക്? അള്ളാഹ് എന്ന് പറയുമ്പോൾ പേടിക്കുന്ന ആൾക്കാർക്ക്, ഖുർആൻ ഓതുമ്പോൾ വിശ്വാസം വർദ്ധിക്കുന്ന ആൾക്കാർക്ക്, തവക്കുൽ ചെയ്യുന്ന ആൾക്കാർക്ക്, നിസ്കരിക്കുന്ന ആൾക്കാർക്ക്, ശരിക്കും കറക്റ്റായി നിസ്കരിക്കുന്ന ആൾക്കാർക്ക്, അതുപോലെ തന്നെ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആൾക്കാർക്ക് ദറജാത്ത്, ലഹും ദറജാത്ത് ഇൻദ റബ്ബിഹിം. അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ അവർക്ക് പാപമോചനമുണ്ട്. പാപമോചനം കിട്ടിയുണ്ട്. മാന്യമായ ഉപജീവനവും ഉണ്ട്. നിങ്ങൾ നോക്കി, ഇതൊക്കെ അള്ളാഹിന്റെ കാരുണ്യം നമ്മുടെ മേൽ വർഷിക്കുന്ന കാര്യങ്ങളാണ് എല്ലാം പറഞ്ഞത്. നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അസ്അലുക്കൽ ജന്നത ബിറഹ്മതിക വഅഊദു ബിക മിനൻ നാർ. അങ്ങനെ 3 പ്രാവശ്യം ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അയാൾക്ക് സ്വർഗ്ഗം ഉറപ്പാണെന്നാണ് പറഞ്ഞത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത ബിറഹ്മതിക വഅഊദു ബിക മിനൻ നാർ. അവിടെ എന്തിനാ റഹ്മതിക എന്ന് പറയാൻ വേണ്ടി പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ പോരാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത ബിറഹ്മതിക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അങ്ങക്കും വേണോ അള്ളാഹിന്റെ കാരുണ്യം? വേണം. നമ്മൾ നോക്കിയ ഒരാള് 500 വർഷം ഇബാദത്ത് ചെയ്ത ഒരാള്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബനീ ഇസ്രായേൽപ്പെട്ട ഒരാളെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. 500 വർഷം ഇബാദത്ത് ചെയ്ത ഒരാള്, അയാള് ആകെക്ക് ഭക്ഷിക്കാനുള്ളത് ഒരു റുമ്മാന്റെ മരാണ്. കുടിക്കാൻ കുറച്ച്, ഒരു ദ്വീപിലൊരു പ്രദേശത്ത് കുറച്ച് കുടിക്കാൻ വെള്ളം. അയാള് എല്ലാ സമയത്തും ഈ വർഷം മുഴുവൻ ഇബാദത്തിലാണ് ജീവിച്ചത്. അവസാനം സുജൂദിലായിക്കൊണ്ട് മരിക്കണം എന്നുള്ള വല്ലാത്തൊരു ആഗ്രഹമാണ് അയാൾ പറഞ്ഞത്. അള്ളാഹിനോട് ആവശ്യപ്പെട്ടത് സുജൂദിലായിക്കൊണ്ട് മരിക്കണം. അങ്ങനെ സുജൂദിലായിട്ട് മരിക്കുകയും ചെയ്തു. അത്രയും വർഷം ഇബാദത്ത് എല്ലാം 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 ചെയ്തിട്ട് അവസാനം വിചാരണ എടുക്കുന്ന സമയത്ത് അദ്ദേഹം പറയാം, അള്ളാഹുവേ, എന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്ത ഇബാദത്തിനനുസരിച്ചുള്ള പ്രതിഫലം എനിക്ക് തന്നാൽ മതി. അപ്പൊ അള്ളാഹു ആ അദ്ദേഹം ചെയ്ത ആ നന്മകളും അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ സുഖാനുഗ്രഹങ്ങളും രണ്ടും കൂടെ തുലനം ചെയ്തപ്പോൾ നരകത്തിലേക്ക് മുഖത്തി വലിച്ചു കൊണ്ടുപോകാനാണ് വിധി ഉണ്ടായതെന്നാണ് പറഞ്ഞത്. അവിടെ നമുക്ക് മനസ്സിലാണത് അള്ളാഹുവിന്റെ കാരുണ്യം നിർബന്ധമാണ്. ഒരു കണ്ണിന് തുല്യരില്ല. നമ്മൾ നോക്കി, ഒരു കണ്ണിന് നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ അതിന് മുഴുവൻ പൈസ കൊടുക്കുകയാണെങ്കിൽ എത്ര ആവും? അപ്പൊ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം, അനുഗ്രഹം
നമുക്ക് വേണ്ടതുണ്ട്. ഈ 5 ഗുണങ്ങൾ സൂറത്ത് അൻഫാലിലെ 2-3 ആയത്തുകൾ ഒരിക്കലും നമ്മളെ തലയിൽ നിന്ന് നമ്മൾ കളയരുത്. നമ്മൾ യഥാർത്ഥ വിശ്വാസികൾ അവിടെ മാത്രം ഒന്ന് നോക്കിയാൽ മതി. യഥാർത്ഥ വിശ്വാസികളെ നോക്കിയാൽ മതി. ഇവർക്ക് സ്വർഗം ഉറപ്പാണ്, 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 ഉറപ്പാണ്. അതൊരു സംശയമില്ല. ഈ ആൾക്കാർക്ക് സ്വർഗം ഉറപ്പാണ്. ഈ പറഞ്ഞ 5 ഗുണങ്ങൾ ആൾക്കാർക്ക് സ്വർഗം ഉറപ്പാണ്. സമാധാനം കിട്ടും. ജീവിതത്തിൽ ഒരുപാട് ആസ്വാദനങ്ങൾ മനസ്സിലേക്ക് വരും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക്. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സ്വർഗത്തിന് ഉതകുന്ന ഒരു കർമ്മം ചെയ്തുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സഹാബാക്കളെ ഏത് നന്മക്കും അത് കേൾക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. എന്ത് പറയുകയാണെങ്കിലും ഒരു ശ്രദ്ധിച്ച് കേൾക്കും, അത് തലയിൽ കയറ്റി വെക്കും, പിന്നെ അത് ഒഴിവാക്കില്ല. അതങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് പഠിക്കാനുള്ള ആവേശത്തിന് വേണ്ടി പട്ടിണി കടന്നിട്ട് പോലും കുറെ പഠിക്കാൻ വേണ്ടി പോയില്ല. നിങ്ങൾ നോക്കിയവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വന്ന സഹാബത്തിനോട് ഒരു മനുഷ്യനെ ജീവിതത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. 5 കലിമത്തുകൾ ഇങ്ങനെ പറഞ്ഞു ഓരോ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണോ മരണം സംഭവിച്ചത്. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞില്ല, മരണം സംഭവിച്ചു. നരകം അവനെ സ്പർശിക്കില്ല. നരകം അവനെ സ്പർശിക്കും. ഒരുപാട് ഗുണങ്ങൾ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് അഷ്റഫുൽ ഖൽഖ് പല റാവികളും ഉദ്ധരിക്കുന്നത്. എന്താണ് 5 കലിമത്ത്? നമുക്ക് എല്ലാവർക്കും ഈ സദസ്സിൽ ഒരാൾ എന്താണ് പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു, അല്ലാഹു അക്ബർ മാത്രമേ പറഞ്ഞുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. രണ്ടാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു. ആദ്യം അല്ലാഹു അക്ബർ പറഞ്ഞു, പിന്നെ വഹ്ദഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക. ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ അന്ത്യ സമയം പിന്നെ മരണ സമയത്ത് ചൊല്ലാൻ കിട്ടും ഉറപ്പാണ്. ആദ്യം എന്ത് വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഹൗല വലാ ഖുവത. ഈ 5 ഞാൻ ആദ്യം പറഞ്ഞില്ല. സ്വർഗത്തിൽ പോകാൻ 5 കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കി. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചത് 5 കലിമത്തുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ നോക്കി. നമ്മളെ വിശ്വാസങ്ങൾ ഉറച്ചു. പിന്നെ നമുക്ക് ആരും ഈ ദുനിയാവിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരാളെയും നമുക്ക് പേടിക്കണം. എന്തൊരു ധൈര്യമായിരിക്കും നമുക്ക്. എന്തെന്നെ സംഭവിച്ചു, ഇപ്പൊ എവിടേക്കെങ്കിലും പോകണി മരണം സംഭവിച്ചാൽ നമുക്ക് പേടിക്കണം. പേടിക്കണ്ട. നമ്മളെ കടമകളൊക്കെ നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ചെല്ലേണ്ടതും പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അള്ളാന്റെ റഹ്മത്ത് കിട്ടൂലേ, കാരുണ്യം കിട്ടൂലേ. ആ കാരണത്തിന് വേണ്ടിയല്ലേ നമ്മൾ തേടിക്കൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അവന്റെ ആ വിശാലമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും അല്ലാഹു സ്വീകരിക്കുമാറാണ്. അല്ലാഹു സ്വീകരിക്കണം. എല്ലാ അല്ലാഹു നമ്മുടെ മനസ്സിലേക്ക് അവനെ കുറിച്ചുള്ള ആ നല്ല രീതിയിലുള്ള ഭയഭക്തി നമ്മുടെ മനസ്സിലേക്ക്. ഒരുപാട് ആളുകൾ പല അസുഖങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളെ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹീതമായ സദസ്സിൽ വെച്ചുള്ള സ്വീകരിച്ചുകൊണ്ട് അവിടെ പ്രയാസങ്ങളെല്ലാം നീക്കി കൊടുക്കുമാറാണ്. പല ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവിടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു, പ്രയാസങ്ങളെ ദൂരീകരിച്ചു ജീവിച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ മാതാപിതാക്കളും കുടുംബത്തിനും അല്ലാഹു ദീർഘായുസ്സും അവന്റെ ത്വാഅത്തിലായി ജീവിക്കുവാനുള്ള ആരോഗ്യവും അല്ലാഹു പ്രദാനം ചെയ്യും.
മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും അല്ലാഹുവേ ഈ സമയത്തുള്ള പ്രാർത്ഥന അവിടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കും. അവർക്ക് നിന്റെ വിശാലമായ സ്വർഗ്ഗത്തിൽ അവരെയും ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണം. അല്ലാഹു المسلمين والمسلمات الأحياء منهم أتنا في الدنيا حسنة وفي الآخرة حسنة ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين. صلى الله على نبينا محمد وعلى آله